ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. വേറെ ഒന്നല്ല, അത് എങ്ങടെ പോണേന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലുലുവിൽ എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കുകയാണ്. അത് 50% ഓഫിലാണ് അവർ പ്രൊഡക്ട്സിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ, എന്താ അവിടുത്തെ അവസ്ഥ എന്നുള്ളത് അറിയാമല്ലോ. പോയി കഴിഞ്ഞ് ഒരു രാത്രി ഒരു 9-10 മണി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. മക്കളൊക്കെ ഉറക്കിയിട്ടാണ് പോയത് കേട്ടോ, ഞാനൊക്കെ മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോയത് അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ കുറച്ചധികം ഫുള്ളായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ വരുന്ന സമയത്ത് ഇങ്ങനെ തിരക്കുണ്ടാവാറില്ല. മാത്രമല്ല നമ്മൾ ഈ സമയത്ത് തന്നെയാണ് അധികം വരാറുള്ളതും. അപ്പോൾ പകൽ സമയങ്ങളിൽ അപ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ എങ്ങനെയാണെന്നുള്ളതും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് അവസ്ഥ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ ബേസിലായിട്ട് തന്നെ വരുന്ന കുറച്ച് ഓഫറിലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മുടെ ലുലു കണക്റ്റിലും പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രൊഡക്ട്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് അതായത് 50% ഓഫ് സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. അതിൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടൊക്കെ ഉണ്ടാവും. അവരവരുടെ ആവശ്യങ്ങളല്ലേ, എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അതിൽ ക്ലോക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ മാറ്റ്, പിന്നെ എന്താണ് ബ്ലാങ്കറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് വരുന്നുണ്ട്, ടോയ്സ് വരുന്നുണ്ട്, ബാഗ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കുക്ക് വെയർ സെറ്റ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ടോയ് കാർസ് വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ കുക്ക് വെയർ സെറ്റ്സ്, പിന്നെ അതുപോലെ ബാസ്ക്കറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു അതിൽ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് വന്നിട്ടുള്ള ഓഫർ സെറ്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ലുലു ഫാഷനിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ഫാൻസീൻ്റെ ആ ഒരു സെക്ഷനിലാണ് ഇട്ടുണ്ടായിരുന്നത്. ബാഗ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്, കാരണം നല്ല റേറ്റും ക്വാളിറ്റിയുള്ള ബാഗ്സാണ്. അപ്പോൾ ഇതിൻ്റെ 50% ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ഒരു 1000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. എല്ലാ ബാഗിനും അങ്ങനെ തന്നെ വരുന്നുണ്ട്, 1000 മേലാണ് വരുന്നത്. പിന്നെ അത്രയും കുറഞ്ഞ ബാഗിനൊക്കെ ഒരു 700 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ ലുലു കണക്റ്റിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ഗ്യാസ് സ്റ്റവ് നോക്കാനുണ്ടായിരുന്നു. പല ബ്രാൻഡ്സിൻ്റെ ഒക്കെ നോക്കി നമ്മൾ അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ച് പോകുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കോസ്മെറ്റിലേക്ക് ഒന്നും കയറിയിട്ടില്ല, ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെ ഫാഷനിൽ ഒരുപാടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. ചുരുക്കി പറഞ്ഞൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല. മോൾക്കൊരു ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. അവിടുന്ന് പിന്നെ ഈ ഒരു സെക്ഷനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ അവിടെ എന്താ ഉണ്ടാവാറില്ല, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട സാധനത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ പോവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനത്തിൽ ഓഫർ കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു കാര്യമാണ്. വേണ്ടാത്ത ആവശ്യമില്ലാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് ഓഫർ ഇട്ടിട്ടുണ്ടെങ്കിലോ ഇതെന്തോ ഓഫർ, ഇതിനൊന്നും ഓഫർ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഡിമാൻഡ്സിനനുസരിച്ചിട്ടാണ്, ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓഫർ ബെനിഫിറ്റായി തോന്നുക കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ഐസ്ക്രീംസിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ടോ. മക്കൾക്ക് അതല്ലേ വേണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ടോ. എനിക്ക് തോന്നുന്നു ഫാഷനിലൊക്കെ അത്യാവശ്യം ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, നല്ല ബ്രാൻഡഡ് ഷർട്ട്സിനൊക്കെ. പക്ഷേ തിരഞ്ഞെടുക്കണം, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിശന്ന് കണ്ണൊപ്പിയപ്പോൾ ഞാനൊരു ചോക്ലേറ്റ് അതിൽ നിന്ന് പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ വന്നപ്പോഴുള്ള പാർക്കിംഗ് സെൻറ്റർ അല്ല ഇപ്പോൾ കാണുന്നത്, സ്റ്റാഫ്സിൻ്റെ ബഗ്സ് മാത്രമേ ഉള്ളൂ. സമയം ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളതൊക്കെ കണ്ണ് നോക്കി വന്നപ്പോഴത്തേക്ക് സമയം നല്ല നേരം വൈകിട്ടുണ്ട്. വിശന്നിട്ടാണെങ്കിൽ ഉപ്പാട് കളിക്കിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഹോട്ടൽ തുറന്നിട്ടുണ്ടോ നോക്കണം കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്